Today we are continuing the topic protein synthesis inhibitors. So അതിൽ ആദ്യം വരുന്ന കാറ്റഗറി ഡ്രഗ് അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്. So first of all, aminoglycoside antibiotics are natural and semi-synthetic antibiotics. So next അതിന്റെ സ്ട്രക്ചർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ these are polybasic amino group linked glycosidically to two or more amino sugars. So that's why they are called as aminoglycoside antibiotic. So next ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. സോ നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോമൈസിൻ, ജെന്റാമൈസിൻ, അമിക്കാസിൻ, ടൊബ്രാമൈസിൻ. സോ ഇതെല്ലാം തന്നെ നമ്മൾ സിസ്റ്റമിക്കലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. സോ നെക്സ്റ്റ് വൺ നിയോമൈസിൻ, ഫ്രാമൈസെറ്റിൻ, ഇതെല്ലാം ടോപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. സോ ഇതാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഞാൻ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പ്രോട്ടീൻ സിന്തസിസിനെ പറ്റി, ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വരുള്ളൂ. സോ എനിവേ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ അമിനോഗ്ലൈക്കോസൈഡ് കാറ്റഗറി ഓഫ് ആന്റിബയോട്ടിക്സ് ബാക്ടീരിയൽ റൈബോസോം നമുക്കറിയാം, ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് 2 സബ് യൂണിറ്റ്, 30S ആൻഡ് 50S സബ് യൂണിറ്റ്. സോ ഇതിന്റെ 30S സബ് യൂണിറ്റിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഷേപ്പിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഷേപ്പിനെ ചേഞ്ച് ചെയ്യുന്നു. സോ അങ്ങനെ വരാൻ നേരത്ത് അവിടെ മിസ്റീഡിങ് ഓഫ് mRNA, അവിടെ mRNAയിൽ മിസ്റീഡിങ് വരും. സോ ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ കുറച്ചുകൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം ലൈക്ക് എ ഫ്ലോ ചാർട്ട്. സോ അമിനോഗ്ലൈക്കോസൈഡ്സ് ബൈൻഡ് ടു 30S സബ് യൂണിറ്റ്. സോ ഫസ്റ്റ് വരുന്നത് ഇത് പ്രോട്ടീൻ സിന്തസിസിന്റെ ഇനീഷ്യേഷന് എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ആസ് ഐ സെഡ് mRNA കോഡോനെ മിസ്റീഡിങ് ചെയ്യുന്നു. സോ ഇങ്ങനെ വരാൻ നേരത്ത് അവിടെ പ്രീമച്വർ ടെർമിനേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് പ്രീമച്വർലി ടെർമിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവര് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അമിനോ ആസിഡ്സിന് പകരം റോങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനായിരിക്കും ആ പെപ്റ്റൈഡ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരാൻ നേരത്ത് ഫോം ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻസ് അല്ല, ഡിഫക്റ്റീവ് പ്രോട്ടീൻസ് ആണ്. അങ്ങനെ അതിന്റെ സെൽ മെമ്പറിന്റെ അവിടെ ഡിസ്റപ്ഷൻ കോസ് ചെയ്യും. സോ ഫൈനലി ബാക്ടീരിയസിഡൽ എഫക്ട്. സോ ഇതാണ് അമിനോഗ്ലൈക്കോസൈഡ് കാറ്റഗറി ഓഫ് ആന്റിബയോട്ടിക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്തൊക്കെയാണ് ഈ ഒരു ഡ്രഗിന്റെ പ്രോപ്പർട്ടീസ് എന്നാണ് നെക്സ്റ്റ് വരുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ഈ അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ് എല്ലാം തന്നെ ഹൈലി പോളാർ കോമ്പൗണ്ട്സ് ആണ്. സോ അപ്പൊ തന്നെ നമുക്കറിയാം അങ്ങനെ വരാൻ നേരത്തെ GIT നിന്ന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കത്തില്ല. സോ മജോറിറ്റി കേസിൽ നമ്മൾ ഈ ഒരു ഡ്രഗ് പരണ്ടർ, ദാറ്റ് മീൻസ് IM അല്ലെങ്കിൽ IV റൂട്ടിലായിരിക്കും നമ്മൾ സിസ്റ്റമിക് എഫക്റ്റിന് വേണ്ടി കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ് ബാക്ടീരിയസിഡൽ ആക്ഷൻ ആണ് എഗെയിൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് എയറോബ്സ്. സോ നെക്സ്റ്റ് ഇത് റെസിസ്റ്റൻസ്. സോ എങ്ങനെയാണ് ബാക്ടീരിയ ഈ ഒരു ഡ്രഗിനെതിരെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് അവർ ചെയ്യുന്നത് ബാക്ടീരിയൽ എൻസൈമിനെ സിന്തസൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രഗിന്റെ ബാക്ടീരിയൽ സെല്ലിലോട്ടുള്ള എൻട്രി ഡിക്രീസ് ആവും. സോ ഇങ്ങനെ ഡിഫറെന്റ് പ്രോസസ്സ് വഴിയാണ് ബാക്ടീരിയ ഈ ഡ്രഗിനെതിരെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. സോ അഡ്വേഴ്സ് എഫക്ട് നമുക്ക് ഇങ്ങനെ ഒരു കോഡ് വെച്ച് നോട്ട് ചെയ്ത് പഠിക്കാം. നാനോ എന്ന് നിങ്ങൾ ഓർത്താൽ മതി. സോ ഫസ്റ്റ് N, ദാറ്റ് ഈസ് നെഫ്രോടോക്സിസിറ്റി. സോ സിംപ്ലി ഈ ഒരു ഡ്രഗ് നമ്മുടെ ലൈസോസോമൽ ഫോസ്ഫോലിപ്പേസ് A2 എന്ന് പറയുന്ന ഒരു എൻസൈമിന് റീനലിനുള്ള സെൽസിന് എന്താ പറയുക ആ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ അങ്ങനെ ഫൈനലി വരാൻ നേരത്തെ അവിടെയുള്ള മൈറ്റോകോൺട്രിയ അതുപോലെ തന്നെ അതിന് ഡാമേജ് ഉണ്ടാവും. സോ അവിടെയുള്ള റീനൽ സെൽസ് അണ്ടർഗോ നെക്രോസിസ്. സോ അങ്ങനെ ഈ ഒരു ഡ്രഗ് നെഫ്രോടോക്സിസിറ്റി കോസ് ചെയ്യും. നെക്സ്റ്റ് വൺ അലർജിക് റിയാക്ഷൻ നമുക്കറിയാം, ലൈക്ക് റാഷസ്, ഇച്ചിങ് അങ്ങനെയുള്ള കണ്ടീഷൻസ്. നെക്സ്റ്റ് വൺ NM ബ്ലോക്കേഡ്, അതായത് ഈ ഒരു ഡ്രഗ് നമ്മുടെ കാൽഷ്യം മീഡിയേറ്റഡ് ആയിട്ടുള്ള അസറ്റൈൽ കോലിന്റെ റിലീസിന് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ അസറ്റൈൽ കോലിൻ റിലീസ് ഉണ്ടാവത്തില്ല, മസിൽ റിലാക്സേഷൻ, അത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ADR ആണ് NM ബ്ലോക്കേഡ്. നെക്സ്റ്റ് വൺ ഓട്ടോടോക്സിസിറ്റി, മെയിൻ ആയിട്ട് നമ്മുടെ വെസ്റ്റിബ്യൂളോ കോക്ലിയർ നെർവിനെയാണ് ഇത് ഡാമേജ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡ്രഗ് വെട്ടിഗോ, അറ്റാക്സിയ, നോസിയ അങ്ങനെയുള്ള കാര്യങ്ങൾ കോസ് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡ്രഗിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ അതുപോലെ തന്നെ ഈ ഒരു ഡ്രഗിന്റെ ഇന്ററാക്ഷൻസ് ആണ് നെക്സ്റ്റ് പോയിന്റിൽ ഞാൻ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിരുന്നത്. ഫസ്റ്റ് വൺ പ്രഗ്നൻസിയിൽ ഈ ഒരു ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഫീറ്റൽ
നമുക്കൊരു ടെറാറ്റോജെനിസിറ്റി അല്ലെങ്കിൽ ടെറാറ്റോജെൻ ആണ് ഈ ഒരു ഡ്രഗ് എന്ന് പറയാം. ഫീറ്റൽ ഓട്ടോടോക്സിസിറ്റി ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതർ നെഫ്രോടോക്സിക് ഡ്രഗ് നമുക്കറിയാം ആംഫോട്ടറിസിൻ ബി, അതുപോലെ തന്നെ സിസ്പ്ലാറ്റിൻ. സോ ഇങ്ങനെയുള്ള ഇവൻ സൈക്ലോസ്പോറിൻ ഇങ്ങനെയുള്ള നെഫ്രോടോക്സിക് ഡ്രഗ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രഗ് കൺകറന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ ഓട്ടോടോക്സിക് ആയിട്ടുള്ള ചില ഡ്രഗ് നമുക്ക് അറിയാം, ലൈക്ക് നമ്മുടെ ലൂപ്പ് ഡയൂറിറ്റിക്, ഫ്രൂസ്മേഡ്, അതുപോലെ തന്നെ വാങ്കോമൈസിൻ. ഈ ഒരു ഡ്രഗ് ആയിട്ട് നമുക്ക് സെയിം ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് കിഡ്നി എസിസ്റ്റിംഗ് കിഡ്നി പ്രോബ്ലം ഉള്ള പേഷ്യൻസിൽ, അതുപോലെ തന്നെ പേഷ്യൻസ് വിത്ത് 60 ഇയേഴ്സ് എബോ ഏജ് ഉള്ള പേഷ്യൻസിനൊന്നും ഈ ഒരു ഡ്രഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ ഒരു ഫിസിക്കൽ ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അത് ദാറ്റ് മീൻസ് ഈ ഒരു ഡ്രഗ് എന്താ പറയുക, സെയിം സിറിഞ്ചിൽ വേറൊരു ഡ്രഗ് ആയിട്ട് അമിനോഗ്ലൈക്കോസൈഡ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ്. സോ ഫസ്റ്റ് വൺ TB. സോ നിങ്ങൾക്കറിയാം സ്ട്രെപ്റ്റോമൈസിൻ നമ്മുടെ HRSDS എന്ന് പറയുന്ന ഫസ്റ്റ് ലൈൻ ആന്റി ട്യൂബർക്കുലർ ഡ്രഗിൽ വരുന്ന S എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ് ആണ്. സോ ഫസ്റ്റ് യൂസ് TB. നെക്സ്റ്റ് വൺ പ്ലേഗ്. നെക്സ്റ്റ് വൺ സബ് അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്, ഷോർട്ട് ആയിട്ട് നമ്മൾ SAB എന്ന് പറയും. നെക്സ്റ്റ് വൺ റാബിറ്റ് ഫീവർ ആൻഡ് ബ്രൂസലോസിസ്. സോ നെക്സ്റ്റ് നമ്മൾ ക്ലിനിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കാറ്റഗറിയിൽ വരുന്ന ജെൻഡാമൈസിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ്. എപ്പോഴും നിങ്ങൾ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം കേട്ടോ. എല്ലാവരും കോമൺ ആയിട്ട് MY ആണ് എഴുതുന്നത്, ഇവിടെ MI ആണ് ജെൻഡാമൈസിൻ. അത് ഈ ഒരു ഡ്രഗ് മൈക്രോമോണോസ്പോറ സ്പീഷീസിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ ക്ലിനിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈ ഒരു ഡ്രഗ് നമ്മൾ ന്യൂമോണിയയിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ബേൺസ്, മെനിഞ്ചൈറ്റിസ്, ഞാൻ ബേൺസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് റെസ്പിറേറ്ററി ഇൽനെസ്, മെയിനായിട്ട് ആന്റി ക്യാൻസർ അല്ലെങ്കിൽ എയ്ഡ്സ് ആ ഒരു കണ്ടീഷനുള്ള പേഷ്യൻസിലൊക്കെ വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ്.